മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷം എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു ആയുധമാണ് ഈ ക്ലിഫ് ഹൗസിന്റെ മോടി പിടിപ്പിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നു എന്നുള്ളൊരു വാദം. അതിൽ കാലിത്തൊഴുത്ത് വരുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ മുഖ്യമന്ത്രി അനാവശ്യമായി പണം ചിലവാക്കുന്നു എന്നുള്ളത് വസ്തുത. ഇതിന്റെ വസ്തുതകൾ നമ്മൾക്കറിയാമാണ്, ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇനി ഇതൊക്കെ പറയുന്ന വി.ഡി. സതീശൻ എങ്ങനെയാണ് ചിലവ് ചുരുക്കിയാണോ ജീവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മാത്രം ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ വസതിയുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മാത്രം ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല, 8 താൽക്കാലിക ജീവനക്കാരെ കൂടി വി.ഡി. സതീശൻ അവിടെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു വർഷം ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടത് 19,44,000 രൂപയാണ്. അതായത് നിലവിൽ അവിടെ നിയമിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫ് ഉണ്ട്, അതിനൊപ്പം തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അതിന് പുറമെയാണ് ഒരു 8 സ്വീപ്പർമാരെ അധികമായി വി.ഡി. സതീശൻ അവിടെ നിയമിച്ചിരിക്കുന്നത്. അവർക്ക് ഒരു വർഷം കൊടുക്കേണ്ടി വരിക 19,44,000 രൂപ. ഇത് മാത്രമല്ല, ഇനി ഫർണിച്ചറിന്റെ കണക്കുകളൊക്കെ നോക്കാം. ഫർണിച്ചർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉപകരണം എന്നിവ വാങ്ങാനും പൂന്തോട്ട പരിപാലനം, കർട്ടൻ എന്നിവയ്ക്കായി ഇതുവരെ വി.ഡി. സതീശൻ ചിലവാക്കിയിരിക്കുന്നത് 14,50,000 രൂപയാണ്. അത് മാത്രമല്ല, ഇതേ വസതിയിൽ താമസിച്ചിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടി 9,48,000 രൂപയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും ഫർണിച്ചറിന്റെയും മറ്റു അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് 2,48,000 രൂപയും ചെലവാക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവിടെ വി.ഡി. സതീശൻ വന്നേ ഉള്ളൂ, എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ട്. ചെന്നിത്തല ഉപയോഗിച്ച എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ട്. അതിന് പുറമെ ഒരു 10-20 ലക്ഷം രൂപയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി.ഡി. സതീശൻ എഴുതി വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇനി സതീശൻ നേതാവിന് പിന്നാലെ 9,22,000 രൂപയ്ക്ക് ഒരു വെൽക്കം മെയിൻ്റെനൻസ് നടത്തിയിട്ടുണ്ട്. അതായത് ചെന്നിത്തല അങ്ങോട്ട് മാറുമ്പോൾ ചെന്നിത്തലയുടെ വസതി എന്ന് മാറി പറയാൻ വേണ്ടിയിട്ട് ഒരു വെൽക്കം മെയിൻ്റെനൻസിന് വേണ്ടി ഒരു 9,22,000 രൂപ വി.ഡി. സതീശൻ അങ്ങ് ചിലവാക്കി. ഇനി ശുചിമുറിയുടെയും അറ്റകുറ്റപ്പണിക്കും PVC വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനും വേണ്ടി 6,42,000 രൂപയും ചിലവഴിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ ആവശ്യമാണല്ലോ, ഈ ബാത്റൂം റെഡിയാക്കുക, ഇല്ലെങ്കിൽ കുടിവെള്ള ടാങ്ക് റെഡിയാക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യന് വേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 1,46,000 രൂപ കൊടുത്ത് ഒരു ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾക്കും കാർ ഷെഡ് നവീകരണത്തിനും ഒക്കെ തന്നെ 14,86,000 രൂപയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വി.ഡി. സതീശൻ വന്നിട്ടൊരു വാട്ടർ ടാങ്ക് വെക്കുന്നു, രമേശ് ചെന്നിത്തല വന്നിട്ടൊരു വാട്ടർ ടാങ്ക് വെക്കുന്നു. ഈ വാട്ടർ ടാങ്കുകൾക്ക് ഇത്രയും എന്തിനാണ് ആവശ്യം അവിടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒരു മനസ്സുഖം, ഒരു വാട്ടർ ടാങ്ക് ഇരിക്കട്ടെ പുതുതായിട്ട് എന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ ഒരു വാട്ടർ ടാങ്ക് പുതുതായിട്ട് വെച്ചു. ചെന്നിത്തല കൊണ്ടുവച്ചിരുന്ന വാട്ടർ ടാങ്ക് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതെല്ലാം പോട്ടെ, ഇനി വേറെ കണക്കുകൾ നോക്കാം. 2.5 വർഷത്തിനിടെ 2 തവണ ശുചിമുറികളുടെ നവീകരണവും അറ്റകുറ്റപ്പണിയും നടത്തിയതാണ് പറയുന്നത്. 2.5 വർഷത്തിനിടെ 2 തവണയാണ് ശുചിമുറികളൊക്കെ തന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പണിഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ചെന്നിത്തലയുടെ കാലത്ത് 37,819 രൂപയായിരുന്നു ശുചിമുറി അറ്റകുറ്റപ്പണി നടത്തിയത്. 37,819 രൂപയാണ് ശുചിമുറി നവീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ ചിലവാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു ശുചിമുറി പണിയണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും, അതിന്റെ മെയിൻ്റെനൻസ് എത്രയാണ്, നമ്മൾ കൃത്യമായി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെന്നിത്തല ചുമതലയേറ്റപ്പോൾ 8,20,000 രൂപയുടെ വെൽക്കം മെയിൻ്റെനൻസും 1,81,000 രൂപയുടെ റൂഫ് ഷീറ്റ് സ്ഥാപിക്കലും നടന്നിരുന്നു. കൺവെൻഷൻ ഹൗസിൽ നിലവിൽ ലസ്കർ സ്വീപ്പർ തസ്തികയിൽ 4 സ്ഥിരം ജീവനക്കാരുണ്ട്. പുറമെയാണ് 8 ജീവനക്കാരെ കൂടി വി.ഡി. സതീശൻ ജോലിക്ക് വെച്ചിരിക്കുന്നത്. സ്വീപ്പർ തസ്തികയിലാണ് എല്ലാവർക്കും നിയമനം. ഈ ജീവനക്കാർക്ക് മാത്രം കൊടുക്കേണ്ട കണക്കുകൂടി പറയാം. സ്ഥിരം ജീവനക്കാരുടെ ഒരു വർഷത്തെ ശമ്പളം 14,07,000 രൂപയാണ്. താൽക്കാലിക ജീവനക്കാർക്ക് പ്രതിദിനം 675 രൂപയാണ് നൽകേണ്ടത്. അങ്ങനെ ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 19,44,000 രൂപയിലേക്ക് എത്തും. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ അനുവദിച്ച കാർ പോരാ എന്ന് കത്ത് നൽകിയ സതീശൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറും സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ഇനി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. ആരാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് എന്ന് ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വി.ഡി. സതീശന്റെ ഈ കണക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത്രയൊക്കെ ചിലവഴിച്ചാൽ മതിയോ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം? കാരണം ചെന്നിത്തല ചിലവഴിച്ച അതേ തുകകൾ തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി വി.ഡി. സതീശൻ ചിലവാക്കിയത് എന്നുള്ളതാണ് വസ്തുത. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ 2 വാട്ടർ ടാങ്ക്.
നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു വാട്ടർ ടാങ്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മാറും നമുക്കറിയാമല്ലോ. അപ്പോൾ 2 വാട്ടർ ടാങ്ക് ഒരു 5 വർഷത്തിനുള്ളിൽ മാറ്റുന്ന അവസ്ഥ, ബാത്റൂം പണി ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, സ്വീപ്പർ അധികമായി തൂപ്പ് ജോലിക്കാരെ അവിടെ വെൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ പിന്നെ വെൽക്കം മെയിൻ്റെനൻസ് പറഞ്ഞ് മറ്റൊരു തുക, അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഖജനാവിൽ ഇപ്പോൾ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ക്ലിഫ് ഹൗസിന്റെ ഒരു കാര്യം കൂടി പറയാം. അതായത് ക്ലിഫ് ഹൗസിന്റെ എല്ലാ ഭാഗങ്ങളും മേൽക്കൂര അടക്കം ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ചുരുക്കം ചില സ്റ്റാഫുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനെപ്പറ്റി പഠിച്ച കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ താമസയോഗ്യമല്ല എന്ന് മാത്രവുമല്ല, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി മറ്റൊരു സ്ഥലത്തേക്ക് മാറണം എന്നുകൂടിയാണ് പൊതുമരാമത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നുകിൽ അത് സ്മാരകം പോലെ നിലനിർത്തുക, അല്ലെങ്കിൽ അത് പൊളിച്ചു പണിയുക. പൊളിച്ചു പണിയാനാണെങ്കിൽ പോലും അത്യാധുനിക സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ഒരു ക്ലിഫ് ഹൗസ് മുഴുവനായി ഇടിച്ചു പൊളിച്ച് ഒന്നേന്ന് പണിയേണ്ട സാഹചര്യം വരെ ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിൽ പോലും അക്കാര്യത്തിൽ ഇതുവരെ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടില്ല, മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല, പൊതുമരാമത്ത് ഒന്നും തീരുമാനമെടുത്തില്ല. കാരണം അത് വലിയ വിവാദമാകുമെന്ന കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാ മന്ത്രിമന്ദിരങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സർക്കാരിന്റെ ഓരോ സ്ഥാപനങ്ങളും ഇതൊക്കെ സർക്കാരിന്റെ അണ്ടറിൽ വരുന്നതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നതിനോട് യോജിപ്പില്ല എന്ന് മാത്രമല്ല, മെയിൻറ്റെയിൻസ് ഒക്കെ വേണ്ട സമയത്ത് ചെയ്യേണ്ടത് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിലും ഒരു രാഷ്ട്രീയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ടുണ്ടാകും എന്നേ പറയാനുള്ളൂ.